ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അധികം ഒന്നും വ്ളോഗ് ചെയ്യാനില്ലായിരുന്നു ദീസ് ഡേയ്സ് ബിക്കോസ് വീട് ഒതുക്കുക എന്നല്ലാതെ വേറെ പണിയൊന്നുമില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ദ അപ്ഡേറ്റ് ഈസ് എൻ്റെ ബാൽക്കണിയിൽ നിറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ബാൽക്കണി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പ്ലാന്റ്സ് എല്ലാം പോയി, താഴെ ഫുൾ മണ്ണാണ്. ഇതെല്ലാം നമുക്കിനി തൂത്ത് ക്ലീൻ ചെയ്യണം. ഈ വാർഡ്രോബും പിന്നെ ബെഡും ഞാൻ വീട്ടിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് രണ്ടും എടുക്കാൻ ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ആൾ വരും. നാളെ വൈകിട്ടാണ് വെക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും അവർ വരും. സാധനങ്ങളെല്ലാം ഇതാ ഇങ്ങനെ ഓരോ കവറിലാക്കി വെച്ചേക്കാണ്. ഇതെല്ലാം വണ്ടിയിലെടുത്ത് വെക്കാനുള്ളതാണ്. അത് ചോദിച്ചു തോരനാക്കാൻ വേണ്ടിയിട്ട് മിക്സി എല്ലാം പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ക്യാബേജ് തോരനാണ്. പിന്നെ പൊട്ടറ്റോ. സീൻ എൻ്റെ സ്കൂട്ടർക്ക് ആദ്യം തന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യാൻ കാറില്ലാണ്ട് വേറെ ഒരു വകുപ്പില്ല. സാധനം മേടിക്കാൻ പോകാനാണെങ്കിലും കടയിൽ പോകാനൊക്കെ മടിയായതുകൊണ്ട് മാറ്റി ചെയ്തു. ഒരു ചെറിയ പോർഷൻ ചിക്കനും പിന്നെ എണ്ണ തീർന്നു. ഇതിങ്ങനെ സാധാരണ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ പിടിക്കും എന്നിട്ടിങ്ങനെ ആക്കും. ഇന്നാണ് നമ്മൾ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്യുന്ന ദിവസം. ഇന്ന് 6 മണിക്ക് താക്കോൽ കൊടുത്തിട്ട് ഞാൻ കൊച്ചിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്നില്ല, ഫുൾ ക്ലീൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ പോകണം. അല്ലെങ്കിൽ ഇത്രയും ദിവസം നേരത്തെ വന്നത് 7 days or 8 days ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം. ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ചില്ല് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഫുൾ ഹെക്റ്റിക്കായിരുന്നു. വ്ളോഗും ചെയ്തില്ല അങ്ങനെ അധികം. അപ്പോൾ ഇന്നിതാ മോസ് വന്നിട്ടുണ്ട് നമ്മുടെ ബെഡ് കൊണ്ടുപോകാൻ വേണ്ടി. ഒന്നും നടക്കാതെ അവസാനം ഇന്ന് പോവുകയാണെങ്കിൽ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്തേക്കാം പോകുമ്പോൾ. സ്ലാബൊക്കെ വാഷ് ചെയ്തു. പക്ഷെ താരയൊക്കെ ഹാപ്പി കുറിച്ച് തൂത്തുവാരി ഒക്കെ ചെയ്യാനുണ്ട്. मैंने एक व्लॉग कर रहे थे इसलिए ടെറസ് ഇതൊക്കെ വിട്ട് ഞാൻ പോകാൻ പോവുകയാണ്. ഇത് നൈസ് സ്പേസ് ആയിരുന്നു. നൈസ് അല്ലേ? നമ്മളിതൊക്കെ വിട്ട് പോകാൻ പോവാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ തിരിച്ചെന്തായാലും വരും. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ മെട്രോ ആണ്. അത് ആലുവ മെട്രോ ആണ്. അത് കളമശ്ശേരി എനിക്ക് അറിഞ്ഞോട്ട് മെട്രോ സ്റ്റേഷനാണല്ലോ. ഒരു വലിയ എന്തോ പരിപാടിയാണ്. ഞാൻ വരും തിരിച്ച് ഒരു മാക്സിമം ഒരു 6 months ഡ്യൂറേഷനിൽ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. എനിക്ക് എടപ്പള്ളിയിലല്ലേ ഒന്നിച്ചെറിയല്ലേ തന്നെ വീട് കിട്ടണേ. എനിക്കൊരു സന്തോഷം, എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് ഇവിടുന്ന് പോകാൻ ഒരു പെർസെൻറ്റേജ് പോലും ഐ എം നോട്ട് ഹാപ്പി. പക്ഷെ വീട്ടുകാരുണ്ട് അവിടെ, അച്ഛന് വയ്യ എന്നൊക്കെ ആലോചിക്കുമ്പോൾ പോകണം അല്ലേ. പിന്നെ അവിടെ വിഷമമൊന്നുമില്ല. ഏകദേശം വീട്ടിലെനിക്ക് സങ്കടമൊന്നുമില്ല. വീട്ടിൽ സന്തോഷമാണ്. ചേട്ടനൊക്കെ ഭയങ്കര വൈബാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ദിസ് ഇസ് ലൈക്ക് മൈ ഹോം, യൂസ് ടു ബി മൈ ഹോം റൈറ്റ്. ആദ്യമായിട്ട് മാറി താമസിക്കുമ്പോൾ എൻ്റെ ഒരു വീട്, എൻ്റെ ഒരു സ്പേസ് എന്നുള്ള ഒരു ഫീൽ എനിക്ക് അറിഞ്ഞൂടെ മനസ്സിലാവുന്നത്. അത് ഭയങ്കര സ്പെഷ്യലാണ്. അത് ഞാൻ അല്ലാണ്ട് മിസ് ചെയ്യും. ഓൾമോസ്റ്റ് നല്ല എല്ലാ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് സാധനങ്ങൾ എടുത്ത് വീട്ടിൻ്റെ വെളിയിൽ വെച്ചേക്കുന്നത് വണ്ടിക്കകത്ത് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. റെഡി ആവാനൊന്നും വയ്യായിരുന്നു. അപ്പം ഞാൻ എന്താ ഈ കൊല്ലത്തിൽ തന്നെ ഫുഡ് കഴിക്കാൻ പോവാം. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഫുൾ തിങ്സ് ആണ്. ബീറ്റ് ബോക്സ് വൈകിട്ടല്ലേ തുറക്കും. ഇതാണോ ഇവിടുത്തെ ബെസ്റ്റ് ഷവായ? വലിയ കാർട്ടൺ ബോക്സ് നോക്കി എടുത്തോ സാറേ. അപ്പൊ എന്താ ഇവിടെ എല്ലാം ഷിഫ്റ്റായി. സ്വാതി എല്ലാം ഷിഫ്റ്റ് ചെയ്തു. നമ്മളെല്ലാം സാധനം മാറ്റി. ഇനി ഓണർ വരാൻ വെയിറ്റ് ചെയ്യാം. ഓണർ വന്ന് താക്കോൽ കൊടുത്തിട്ട് ഞങ്ങൾ പോകും. അതാണ് ഇന്നത്തെ പ്ലാൻ. അച്ചു വന്നിട്ടുണ്ട്. ഇതെന്റെ വ്ളോഗാണ് അച്ചു. ഹായ് പറയൂ എല്ലാവരോടും. ഞാൻ പോകുന്നതിൽ വിഷമമുണ്ടോ അച്ചു? കൂടുതലൊന്നും പറയില്ല. ക്യാമറ 2 ഹോട്ടലിൽ ഞാൻ അങ്ങനെ കണ്ടിട്ട് തുറച്ചു നോക്കുകയാണ്. നന്ദുവിനൊന്നും കാണാൻ കഴിയൂല, കാണാൻ കഴിയില്ല. ഞാൻ വരും,
അപ്പോൾ പ്രാവ് ഞാൻ വരും, വരും. എന്നെ കാണിക്കേ. നിന്നെ കാണിക്കുന്നേ. ടാറ്റാ.